ഹായ് ഓൾ, വെൽക്കം ടു മെൻറ്റേഴ്സ് കൊമേഴ്സ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 തുല്യത ബിസിനസ് സ്റ്റഡീസിൽ എല്ലാ എക്സാമിനും ഒരുവിധം റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഉറവിടങ്ങൾ. എന്താണ് റിക്രൂട്ട്മെൻറ്റ്? ഒരു സ്ഥാപനത്തിലേക്ക് ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ജീവനക്കാരനെ എവിടെ നിന്ന് ലഭിക്കുമെന്ന് കണ്ടെത്തുക. ഏത് സോഴ്സിൽ നിന്നാണ് നമുക്ക് എംപ്ലോയീസിനെ കിട്ടുക, വർക്കേഴ്സിനെ കിട്ടുക, അതുപോലെ തന്നെ ആ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഫംഗ്ഷനെ നമുക്ക് എന്ത് പറയാം? റിക്രൂട്ട്മെന്റ് എന്ന് പറയാം. അപ്പം നമുക്ക് എവിടെ നിന്നൊക്കെ നമുക്ക് ജീവനക്കാരെ കിട്ടും, നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ജീവനക്കാരെ ഏത് സോഴ്സിൽ നിന്നൊക്കെ കിട്ടും എന്ന് കണ്ടെത്തുക. യോഗ്യതയുള്ള വ്യക്തികളെ എന്ത് ചെയ്യുക? സ്ഥാപനത്തിലുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനായിട്ട് പ്രേരിപ്പിക്കുക. ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് അഡ്വർടൈസ്മെൻറ്റ്, നമ്മളെ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റുകൾ നടത്തുന്നത്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ഇൻ്റർനെറ്റിൽ ടെലിവിഷനിൽ പരസ്യം, അതുപോലെ തൊഴിൽ കരാറുകൾ, നമ്മുടെ ഓൾറെഡി നമ്മൾ അറിയുന്ന ജീവനക്കാരെ നമ്മളെ റെക്കമെൻഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്? റിക്രൂട്ട്മെൻറ്റിൻ്റെ സോഴ്സാണ്, ഉറവിടങ്ങളാണ്. ഈ വഴികളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ വഴികളിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഓർഗനൈസേഷനിൽ ആവശ്യമായിട്ടുള്ള വർക്കേഴ്സിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ റിക്രൂട്ട്മെന്റ് ഒരു പോസിറ്റീവ് പ്രോസസ്സാണ്. ആരെയും റിജക്റ്റ് ചെയ്യുന്നില്ല. ആര് അപ്ലിക്കേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷൻ ഇത് സ്വീകരിക്കും. അതുകൊണ്ട് റിക്രൂട്ട്മെന്റ് എന്താണെന്ന് ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് റിക്രൂട്ട്മെന്റിന് ഒരു പോസിറ്റീവ് പ്രക്രിയ എന്ന് പറയുന്നത്? കാരണം എന്താ? അവിടെ റിജക്ഷൻ ഇല്ല. എല്ലാവരെയും എന്താണ്? അക്സെപ്റ്റ് ചെയ്യാണ്. ആരൊക്കെ അപ്ലിക്കേഷൻ കൊണ്ടുവന്ന് തന്നാലും, ആരൊക്കെ അപ്ലൈ ചെയ്താലും ആരോട് അപ്ലിക്കേഷൻ അയക്കേണ്ട എന്ന് പറയില്ല. ആ വന്ന അപ്ലിക്കേഷനൊക്കെ നമ്മുടെ ഓർഗനൈസേഷനിൽ എത്തും. അതുകൊണ്ടാണ്, റിജക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് റിക്രൂട്ട്മെന്റിന് എന്തെന്ന് പറയുന്നത്? പോസിറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി 2 തരം ഉറവിടങ്ങളാണ് നമ്മുടെ റിക്രൂട്ട്മെന്റിനുള്ളത്. ഇതിങ്ങനെ തന്നെ വരച്ചെഴുതുക, മാർക്കിനനുസരിച്ച് വരച്ച് തന്നെ എഴുതുക. ആഭ്യന്തര ഉറവിടം, ബാഹ്യ ഉറവിടം. ആഭ്യന്തരം മീൻസ് നമ്മുടെ ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെയുള്ള ഉറവിടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആഭ്യന്തര ഉറവിടം. നമ്മുടെ ബിസിനസിന്റെ ഉള്ളിൽ തന്നെ വെച്ച് നമ്മൾ എംപ്ലോയീസിനെ കണ്ടുപിടിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആഭ്യന്തര ഉറവിടം. ബാഹ്യ ഉറവിടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസിന് പുറമെ. അപ്പോൾ ഈ ഡയഗ്രം ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്താണ് ആഭ്യന്തര ഉറവിടം, എന്താണ് ബാഹ്യ ഉറവിടം എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ആഭ്യന്തര ഉറവിടം നോക്കിക്കോ. ഇതിൽ ചിലപ്പോൾ ആഭ്യന്തര ഉറവിടങ്ങൾ മാത്രം എടുത്ത് ചോദിക്കാം. ഒന്ന് സ്ഥലം മാറ്റം കൊടുക്കുക, ഒന്ന് സ്ഥാനക്കയറ്റം കൊടുക്കുക. ഇത് രണ്ടുമാണ് പറയുന്നത്. സ്ഥലം മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇപ്പം നമ്മുടെ ബിസിനസ്സിന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ എവിടെയാണ് ഒഴിവ് വരുന്നത് ആ ബ്രാഞ്ചിലേക്ക് നമ്മുടെ ഉദ്യോഗാർത്ഥിയെ എന്ത് ചെയ്യും? സ്ഥലം മാറ്റി നിയമിക്കും. പക്ഷെ അവിടെ എന്ത് മാറില്ല? ട്രാൻസ്ഫറിലെ വേതനത്തിലോ പദവിയിലോ ഒന്നും മാറ്റില്ല. ജസ്റ്റ് എന്ത് ചെയ്യാണ്? ആ സ്ഥാപനം മാത്രം മാറും. വേറൊരു വകുപ്പിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? സ്ഥലം മാറ്റം നൽകാം. ഇതിലൂടെ ജോലി സാഹചര്യത്തിൽ മാറ്റം ഉണ്ടാവും. വേറെ വകുപ്പിൽ എത്തിക്കഴിഞ്ഞാൽ സെയിം ലെവലാണ്. ഇപ്പോൾ പ്രൊഡക്ഷൻ മാനേജറിനെ എന്താക്കി മാറ്റി? മാർക്കറ്റിംഗ് മാനേജറാക്കി മാറ്റി. അയാളൊക്കെ മധ്യതലത്തിൽ തന്നെയാണ് വരുന്നത്. ചിലപ്പോൾ എന്ത് ചെയ്യും? പ്ലേസ് മാറ്റും. ഈ ഓർഗനൈസേഷനിൽ നിന്ന് വേറെ ഏതെങ്കിലും സ്ഥലത്തുള്ള ഓർഗനൈസേഷനിലേക്ക് മാറ്റും. പക്ഷെ സെയിം ജോലി, വേതനത്തിലോ പദവിയിലോ ഒന്നും മാറ്റം ഉണ്ടാവുന്നില്ല. ഇതുവഴി ഏറ്റവും അനുയോജ്യമായ ആളെ ഓരോ ജോലിയും ഏൽപ്പിക്കാനായിട്ട് നമുക്ക് കഴിയും. സ്ഥലം മാറ്റം സ്ഥാപനത്തിലെ ജീവനക്കാരുടെ മൊത്തം എണ്ണത്തെ ബാധിക്കില്ല. ഇത് ജീവനക്കാരുടെ തിരശ്ചീനമായ മാറ്റമാണെന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ഷിഫ്റ്റിംഗ് ആണ്. അവരുടെ ലെവലിൽ മാറ്റം വരുന്നില്ല. എനിക്കിപ്പോൾ എത്രയാണോ കിട്ടിയിരുന്നത്, എനിക്ക് ഈ ഓർഗനൈസേഷനിൽ 50,000 കിട്ടിയിരുന്നത്, വേറെ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റി അവിടെ എനിക്ക് എന്ത് ചെയ്യുന്നു? ഞാൻ സെയിം ജോലി തന്നെ ചെയ്യുന്നു, 50,000 തന്നെ കിട്ടുന്നു. അതുകൊണ്ട് സ്ഥലം മാറ്റം എന്ന് പറയുന്നു കേട്ടോ. അതാണ് സ്ഥലം മാറ്റം എന്ന് പറയുന്നത്. അത് ആഭ്യന്തര ഉറവിടാണ്. സ്ഥാനക്കയറ്റം എന്ന് പറയുമ്പോൾ വ്യത്യാസമുണ്ട്. പ്രൊമോഷൻ കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ എന്ത് മാറി? ലെവല് മാറി. താഴ്ന്ന തസ്തികയിൽ ജോലി ചെയ്യുന്നവരെ ഉയർന്ന തസ്തികയിലേക്ക് നിയമിക്കുന്ന രീതിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ഥാനക്കയറ്റം എന്ന് പറയുന്നത്. മിക്ക സ്ഥാപനങ്ങളും പിന്തുടരുന്ന രീതിയാണിത്. കാരണം കുറേ കാലം അവിടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് കൊടുക്കും? പ്രൊമോഷൻ കൊടുക്കും. ഹയർ ലെവല് അല്ലെങ്കിൽ ഹയർ പേ സ്കെയില്, ഹയർ ആയിട്ടുള്ള പദവി എല്ലാം ഉള്ള ഒരു സ്ഥാനത്തിലേക്ക് അയാളെ എത്തിക്കും. സാധാരണ ഈ ജീവനക്കാരുടെ യോഗ്യത, സീനിയോറിറ്റി, പ്രവർത്തന മികവ് ഇതൊക്കെ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്ഥാനക്കയറ്റം കൊടുക്കുന്നത്. വെർട്ടിക്കൽ ഷിഫ്റ്റിംഗ് ആണ്, ലംബമാണ്. ലംബം മീൻസ് ഇങ്ങനെ കുത്തനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന എന്ന് പറഞ്ഞ ആള് എന്ത് ചെയ്തു? ലെവല് മാറിയപ്പോൾ ഇവിടേക്ക് എത്തി, പ്രൊമോഷൻ കിട്ടി. സ്ഥലം മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ? ഹൊറിസോണ്ടൽ ആണ്. എന്ന് വെച്ചാൽ അയാളുടെ ലെവല് മാറുന്നില്ല. അയാളിന് ഓരോ ഓർഗനൈസേഷൻ മാറുമ്പോഴും അയാളുടെ ലെവല് മാറുന്നില്ല. അതുകൊണ്ടാണ് അത് ഹൊറിസോണ്ടൽ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊമോഷൻ എപ്പോഴും എന്താണ്? അവിടെ എന്തുണ്ടായിരിക്കും? കൂടുതൽ ജോലികൾ ഉണ്ടായിരിക്കും, അവിടെ ഉയർന്ന പദവി ഉണ്ടായിരിക്കും, കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും, കൂടുതൽ വേതനം ഉണ്ടാവും. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊമോഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം, ആഭ്യന്തര ഉറവിടങ്ങൾ. അതിന്റെ നേട്ടങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക.
ആഭ്യന്തര ഉറവിടം എന്ന് വെച്ചാൽ എന്താണ്, പ്രൊമോഷനൊക്കെ കിട്ടുമ്പോൾ ആൾക്കാർക്ക് എന്തോ പ്രചോദനമാണ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്ഥാപനത്തോട് കൂടുതൽ എന്ത് തോന്നും, ആത്മാർത്ഥതയും കൂറൊക്കെ തോന്നും. തൊഴിലാളികളെ നേരിട്ട് തന്നെ വിലയിരുത്തുന്നതിനാൽ വിശ്വസനീയമായിട്ടുള്ള മാർഗ്ഗമാണ്. കാരണം നമ്മുടെ ഓർഗനൈസേഷനിലെ എംപ്ലോയിനെയാണ് ഹയർ ആയിട്ടുള്ള പൊസിഷനിൽ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അയാൾക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. കൂടുതൽ പരിശീലനവും പരിചയപ്പെടുത്തലൊന്നും വേണ്ട, ചെലവ് കുറഞ്ഞ പ്രക്രിയയാണ്. കൂടുതൽ ജീവനക്കാരെ കുറവുള്ള സ്ഥലത്തേക്ക് മാറ്റാനായിട്ട് പറ്റും. ജീവനക്കാർക്ക് സുരക്ഷിതത്വ ബോധം കൂടും. പിരിഞ്ഞു പോക്ക് കുറയ്ക്കുവാനൊക്കെ സഹായിക്കും. ഒന്ന് മനസ്സിലാക്കി വെക്കുക. പരിമിതികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, പുതിയ സ്ഥാപനങ്ങൾക്ക് ഈ രീതി എന്തല്ല, പ്രായോഗികമല്ല. ഓൾറെഡി പുതുതായിട്ടുള്ള ഒരു സ്ഥാപനമാണ്, അവിടെ ആരുമില്ല, വർക്ക് ചെയ്യണില്ല. അവർക്ക് പ്രൊമോഷൻ കൊടുക്കുക, ട്രാൻസ്ഫർ കൊടുക്കുക എന്ന് വെച്ചാൽ നടക്കില്ല. അവർക്ക് പുതുതായിട്ടുള്ള ആൾക്കാരെ എടുക്കുക തന്നെ വേണ്ടി വരും. കൂടുതൽ മിടുക്കരായിട്ടുള്ള പുതിയ ആൾക്കാരെ നിയമിക്കാനുള്ള അവസരം എന്ത് ചെയ്യും, നഷ്ടമാവുന്നുണ്ട്. കാരണം ഓൾറെഡി ഉള്ള ആൾക്കാരെ വെച്ചിട്ട് തന്നെയാണ് അവരെ ഓർഗനൈസേഷൻ കൊണ്ടുപോകുന്നത്. ഒന്നുമില്ലെങ്കിൽ ട്രാൻസ്ഫർ കൊടുത്തു, അല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുത്തു. അപ്പോൾ കൂടുതൽ മിടുക്കരായിട്ടുള്ള പുതിയ ആൾക്കാരെ നിയമിക്കാനുള്ള അവസരം എന്താണ്, നഷ്ടമാണ്. മതിയായ യോഗ്യത ഉള്ളവരെ സ്ഥാപനത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കണമെന്നില്ല. അവിടെ ഉള്ളവർക്ക് ഇപ്പൊ പുറത്തിറങ്ങുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് കഴിവുകളുണ്ട്. അപ്പോൾ ഓൾറെഡി ഉള്ളവരെ വെച്ചിരിക്കുമ്പോൾ എന്താവണമെന്നില്ല, മതിയായിട്ടുള്ള ആ ഒരു എന്താണ് യോഗ്യത ഉണ്ടാവണമെന്നില്ല. ഉദ്യോഗാർത്ഥികൾ തമ്മിലുള്ള മത്സരം സ്ഥാപനത്തെ എന്ത് ചെയ്യും, ദോഷകരമായിട്ട് ബാധിക്കും. എനിക്ക് പ്രൊമോഷൻ കിട്ടണം, മറ്റുള്ളവരെ ഏത് തരത്തിലും തകർക്കണം എന്നുള്ളൊരു മനോഭാവമൊക്കെ വരും. അപ്പോൾ അവിടെ നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് ഒന്നും ഉണ്ടാവില്ല. നിരന്തരമായിട്ട് സ്ഥലം മാറ്റവും സ്ഥാനക്കയറ്റവും കിട്ടുകയാണെങ്കിൽ എന്താ, അത് നമ്മുടെ ഉൽപാദനത്തിനെയും കാര്യക്ഷമതയെയും ബാധിക്കാം. നമ്മളൊരു വർക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പോൾ പിടിച്ച് വേറെ ഡിപ്പാർട്ട്മെന്റിൽ കിട്ടും, ട്രാൻസ്ഫർ തന്നു, വേറെ സ്ഥലത്തേക്ക് കിട്ടും. അപ്പോൾ നമുക്കൊരു സെറ്റിൽ ആവാനുള്ള സമയം ഉണ്ടാവില്ല. നമ്മുടെ എന്തിനെ ബാധിക്കും, ഉൽപാദനക്ഷമതയെ ബാധിക്കും. സ്ഥാപനത്തിൽ സ്വജനപക്ഷപാതം വളർന്നേക്കാം. ഇത്രയാണ് ഇതിൽ പറയുന്നത്, നമ്മുടെ ആഭ്യന്തര ഉറവിടത്തിൽ പറയുന്നത്. ഇനി ബാഹ്യ ഉറവിടങ്ങൾ ഒന്ന് വേഗം നോക്കി പോവാം. നേരിട്ടുള്ള റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നുണ്ട് ഒരു പോയിന്റ്. എന്താണ്, ജീവനക്കാരെ ആവശ്യമുണ്ടെന്ന അറിയിപ്പും ജോലിയുടെ വിശദാംശങ്ങളും സ്ഥാപനത്തിന്റെ നോട്ടീസ് ബോർഡിൽ എന്ത് ചെയ്യും, പ്രദർശിപ്പിക്കും. സ്ഥാപനത്തിന്റെ നോട്ടീസ് ബോർഡിൽ ഇടും. നിശ്ചിത ദിവസം എത്തുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്ന് എന്ത് ചെയ്യും, അപ്പോൾ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്, നേരിട്ടുള്ള റിക്രൂട്ട്മെന്റ് പറയുന്നത്. ദിവസക്കൂലിയിൽ താൽക്കാലിക ജീവനക്കാരെയും പിന്നെ അത്ര വിദഗ്ധമായിട്ടുള്ളതല്ല, അവിദഗ്ധ തൊഴിലാളികളെയും തിരഞ്ഞെടുക്കുന്നതാണ് സാധാരണയായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ രീതി. അവരുടെ ഓഫീസ് നോട്ടീസ് ബോർഡിൽ ഇടുക, ആ ഒരു ദിവസം അവരത് കണ്ടുവരുന്നവർ വരെ അവിടെ തന്നെ തിരഞ്ഞെടുക്കുക, അത്രയേ ഉള്ളൂ. വളരെ ചെലവ് കുറഞ്ഞ രീതിയാണ്. അതോടൊപ്പം തന്നെ ജോലി തിരക്കുള്ളപ്പോൾ കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു സമ്പ്രദായമാണ്. വിദഗ്ധ തൊഴിലൊന്നല്ല, നോർമലി സാധാ ജോലി ചെയ്യുന്ന ലെവലിലേക്കാണ് നേരിട്ടുള്ള റിക്രൂട്ട്മെന്റ് നടത്തുക. ഇനി സ്വയം അപേക്ഷിക്കുന്നവരുണ്ട്, കാഷ്വൽ കോളേഴ്സ് എന്ന് പറയുന്നുണ്ട്. തൊഴിൽ അന്വേഷകർ എന്ത് ചെയ്യും, ഇപ്പൊ നമ്മൾ നോക്കാറുണ്ട് എവിടെയൊക്കെയാണ് ജോലി ഒഴിവ് എന്ന് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നേരിട്ടിട്ടോ അല്ലെങ്കിൽ തപാൽ വഴിയോ ടെലിഫോൺ വഴിയോ മാനേജ്മെന്റുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു നമ്മൾ അങ്ങനെ അവരുടെ ഒന്നുമില്ലെങ്കിൽ അവിടേക്ക് അപേക്ഷ അയച്ചിടേ അല്ലെങ്കിൽ അവരോട് നമ്മൾ വിളിച്ചന്വേഷിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അപേക്ഷകരുടെ ഒരു പട്ടിക തയ്യാറാക്കി കമ്പനികൾ എന്ത് ചെയ്യും, സൂക്ഷിക്കും. ഒഴിവുകൾ വരുമ്പോൾ എന്ത് ചെയ്യും, അവരെ പട്ടികയിലുള്ളവരെ വിളിച്ചു വരുത്തി തെരഞ്ഞെടുപ്പ് നടത്തും. അപ്പൊ അവര് നമ്മളോട് പറയും, ഇപ്പൊ ഒഴിവില്ല, എന്നാലും CV അയച്ചിട്ടുള്ളൂ മെയിലിലേക്ക് എന്ന് പറയും. അപ്പൊ നമ്മുടെ CVകളൊക്കെ അവിടെ കളക്ട് ആയിട്ടുണ്ടാവും. അവർക്ക് ഒഴിവ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അവര് നമ്മളെ വിളിക്കും, നമ്മളെ തെരഞ്ഞെടുക്കും. വളരെ ചെലവ് കുറഞ്ഞ രീതിയാണ് ഇതും പറയുന്നത്. അടുത്തത് എന്താ വരുന്നത്, പത്രപരസ്യങ്ങൾ. നമ്മൾ എപ്പോഴും കാണുന്നതാണ് ന്യൂസ് പേപ്പറിൽ. ഏറ്റവും പ്രചാരമുള്ള രീതിയാണ് ന്യൂസ് പേപ്പറിൽ എന്ത് ചെയ്യും, ആഡ് കൊടുക്കും. പത്രങ്ങൾ, വാരികകൾ, മാസികകൾ, മറ്റ് പ്രസിദ്ധീകരണങ്ങൾ, ഇവ തൊഴിൽ വാർത്ത അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ലേ, എന്നിവയിൽ ജോലി ഒഴിവുകൾ പരസ്യപ്പെടുത്തുന്നു. ഇതിലൂടെ വളരെ കൂടുതൽ ആളുകൾക്ക് ജോലി അപേക്ഷിക്കുവാൻ നൽകുന്നതിന് എന്ത് ചെയ്യും, അവസരം ഒരുക്കും. ഒരുപാട് പേര് വായിക്കുന്നതാണ് പത്രം. പിന്നെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് വാട്സപ്പ് ഇതൊക്കെ ആയപ്പോൾ ഒരുപാട് എന്ത് ചെയ്യുന്നു, പത്രത്തിന്റെ ഫോട്ടോസ് ഒക്കെ ഒരുപാട് നമുക്ക് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ഒഴിവുകൾ പത്രങ്ങളിൽ പരസ്യം ചെയ്തിരിക്കണമെന്ന് നിർബന്ധമാണ്. സർക്കാരിന്റെ ഒക്കെ എന്താണ്, നിർബന്ധമായിട്ട് അവരെ പത്രം തന്നെ എടുത്ത് സൂക്ഷിക്കുന്നത് കാണാറുണ്ട്. അപേക്ഷകരുടെ ബാഹുല്യമാണ് ഈ ഒഴിവത്തിന്റെ പ്രധാന പരിമിതി. ഇനി അടുത്താണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്നതാണ് എന്ത്, ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. അപ്പൊ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ കുറിച്ചിട്ട് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. തൊഴിൽ അന്വേഷകരെയും തൊഴിൽദാതാക്കളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സർക്കാർ സ്ഥാപനമാണ് എന്ത്, ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. തൊഴിൽ അന്വേഷകർക്ക് എന്ത് ചെയ്യാം, അവരുടെ പേര്, യോഗ്യത, തൊഴിൽ പരിചയം തുടങ്ങിയ വിവരങ്ങളൊക്കെ എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്തിടാം. അപ്പോൾ അവിടെ തൊഴിൽ ഒഴിവ് വരുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഈ പട്ടികയിൽ നിന്ന് എഴുത്തു പരീക്ഷ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിൽ, പിന്നെ സീനിയോറിറ്റി, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും, ജീവനക്കാരെ കണ്ടെത്തുന്നു. പിന്നെ കേരളത്തിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 10ാം തരം കഴിഞ്ഞ എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യാം, ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ ഇനി പ്ലേസ്മെന്റ് ഏജൻസീസ് പറയുന്നുണ്ട്. പ്ലേസ്മെന്റ് ഏജൻസികളും മാനേജ്മെന്റ് കൺസൾട്ടൻസികളും അതൊരു പോയിന്റാണ്. സാങ്കേതിക പ്രൊഫഷണൽ മാനേജ്മെന്റ് കൺസൾട്ടൻസികളും ഉദ്യോഗാർത്ഥികളെ
ജോലി നേടുന്നതിനെ സഹായിക്കുന്ന നിരവധി ഏജൻസികളുണ്ട്. ഇപ്പോൾ ഏജൻസികളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ വഴി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളതിനെ കോൺടാക്ട് ചെയ്യും. അവർക്ക് ഏജൻസികൾക്ക് എന്ത് ചെയ്യും, ഈ ഏതൊക്കെയാണ് തൊഴിലൊഴിവ് വരുന്നത് അവർക്ക് ഡയറക്റ്റ് ഈ കമ്പനികളൊക്കെ ആയിട്ട് കോൺടാക്ട് ഉണ്ടാവും. നമ്മളതിനായിട്ട് അവർക്ക് എന്തുണ്ടാവും, കോൺടാക്ട് ഉണ്ടാവും. അവർ ആ ഒഴിവിനനുസരിച്ച് നമ്മുടെ ബയോഡാറ്റ ഇതെല്ലാം നോക്കിയിട്ട് നമ്മളെ വിളിച്ചറിയിക്കും. അതുപോലെ ആ ഏജൻസികളായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ നമുക്കൊന്നും കൂടി ജോലിയൊക്കെ കിട്ടാനായിട്ട് എന്താണ് ഒരു പ്രിഫറൻസ് ഉണ്ട്. നമ്മുടെ അടുത്ത് നിന്ന് അവർ എന്ത് ഈടാക്കും, ഒരു ഫീസ് ഈടാക്കിയിട്ടാണ് നമുക്ക് പ്ലേസ്മെന്റ് നൽകുക. ഒന്നില്ലെങ്കിൽ ജോലി കിട്ടിയിട്ടും അതിന് ശേഷം എന്ത് ചെയ്യാൻ പറയും, അവരൊരു ഫണ്ട് അടയ്ക്കാനായിട്ട് പറയും. പിന്നെ സാങ്കേതിക പ്രൊഫഷണൽ മാനേജ്മെന്റ് ജീവനക്കാരെ റിക്രൂട്ട് ചെയ്ത് കമ്പനികൾക്ക് നിയമന പട്ടിക നൽകുന്ന സ്ഥാപനങ്ങളാണിത് മാനേജ്മെന്റ് കൺസൾട്ടൻസികൾ. കമ്പനിക്ക് വേണ്ടിയിട്ട് കൺസൾട്ടിംഗ് സ്ഥാപനങ്ങൾ പരസ്യം നൽകും. ആവശ്യമായ ജീവനക്കാരെ തിരഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്യും, അവരാ കമ്പനിക്ക് കൊടുക്കും. ചില കൺസൾട്ടൻസി സ്ഥാപനങ്ങൾ ജീവനക്കാർക്ക് പരിശീലനവും നൽകിയ ശേഷമാണ് എന്ത് ചെയ്യുക, നിയമിക്കുക. ഈ സേവനങ്ങൾക്ക് കൺസൾട്ടൻസികൾ നിശ്ചിത ഫീസ് ഈടാക്കും. സാങ്കേതിക അതുപോലെ തന്നെ പ്രൊഫഷണൽ മാനേജ്മെന്റ് ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിനാണ് എന്ത്, മാനേജ്മെന്റ് കൺസൾട്ടൻസീസ് ഇട്ടാ. ഇവരെന്ത് ചെയ്യും, ഇവർ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഈ കൺസൾട്ടൻസീസ് പരസ്യം ചെയ്യും. എന്നിട്ട് ആപ്റ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്തിട്ട് കമ്പനിക്ക് കൊടുക്കും. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഇന്നത്തെ കാലത്തൊക്കെ വളരെ കോമൺ ആണ്. ഇപ്പോൾ കുട്ടികൾ ചേരുന്ന സമയത്ത് തന്നെ ആദ്യം അന്വേഷിക്കുക എന്താ പറയുക, ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉണ്ടോ എന്നാണ്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒക്കെ ഇപ്പം നമ്മുടെ ഡിഗ്രി കോളേജസുകളിലൊക്കെ കാണാം, ലാസ്റ്റ് ഇയറിൽ എന്ത് ചെയ്യും, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്ന് കുട്ടികളെ ഹയർ ചെയ്യും. TCS, കോഗ്നിസെന്റ് പോലത്തെ നല്ല നല്ല കമ്പനികൾ, അതുപോലെ ഫെഡറൽ ബാങ്ക്, ഒരുപാട് കമ്പനികൾ എന്ത് ചെയ്യും, കുട്ടികളെ ഹയർ ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ സമർത്ഥരായിട്ടുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കോഴ്സ് പൂർത്തിയാക്കുന്ന മുറയ്ക്ക് വിദ്യാർത്ഥികളെ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന രീതിയാണ് എന്ത്, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. ക്യാമ്പസിൽ അവർ വന്ന് ലാസ്റ്റ് സെമ്മിലൊക്കെ ഒരു ഇന്റർവ്യൂ നടക്കും. അതിൽ സെലക്ട് ആയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാം, അവരുടെ കമ്പനികളിൽ ഇന്റേൺഷിപ്പായിട്ട് ജോലി കൊടുക്കും. ഇതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർക്ക് ഹയർ പോസ്റ്റിലേക്ക് അങ്ങനെ പോകാം. ചെറുപ്രായത്തിൽ തന്നെ നമുക്ക് ജോലി കിട്ടിപ്പോകാനുള്ള ഒരു മാർഗ്ഗമാണ് ഇത് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. ഇനി ജീവനക്കാരുടെ ശുപാർശ പറയുന്നുണ്ട്. നിലവിലുള്ള ജീവനക്കാരുടെ ശുപാർശ, ഇപ്പൊ ഓർഗനൈസേഷനിൽ ഓൾറെഡി ജോലി ചെയ്യുന്ന ആൾക്കാര് എന്ത് ചെയ്യും, അവർ റെക്കമെൻഡ് ചെയ്യും. ഇപ്പം ഞാനവിടെ ജോലി ചെയ്യുകയാണെങ്കിൽ എനിക്ക് പരിചയത്തിൽ ഒരാളുണ്ടെങ്കിൽ അവിടെ ഒരു ഒഴിവ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, അത് ഷുവറായിട്ട് നമ്മൾ എന്ത് ചെയ്യും, റെക്കമെൻഡ് ചെയ്യും. അങ്ങനെ പരിചയക്കാരനെയോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെയോ ഒക്കെ ഒഴിവിലേക്ക് നിയമിക്കാവുന്നതാവും. ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരം, ജീവനക്കാരുടെ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ജീവനക്കാരുടെ ശുപാർശ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. തൊഴിൽ കരാറുകൾ പറയുന്നുണ്ട്. തൊഴിലാളികൾ കരാർ വ്യവസ്ഥയിൽ ജോലി സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുന്നവരാണ് എന്ത്, തൊഴിൽ കരാറുകൾ. ഇപ്പോൾ ബംഗാളികളെയൊക്കെ കൂടുതൽ അങ്ങനെ കരാർ അടിസ്ഥാനത്തിലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. വൈദഗ്ധ്യം ആവശ്യമില്ലാത്ത തൊഴിലാളികളെ കണ്ടെത്താൻ അനുയോജ്യമായ ഒരു രീതിയാണ്. വൈദഗ്ധ്യം വേണ്ട, പ്രൊഫഷണൽസ് ഒന്നല്ല. ഇത്തരം കരാറുകളിൽ നിന്നും തൊഴിലുടമകളിൽ നിന്നും നിശ്ചിത തുക എന്ത് ചെയ്യും, പ്രതിഫലമായിട്ട് ഈടാക്കും. ടെലിവിഷൻ പരസ്യങ്ങൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇന്റർനെറ്റിൽ പരസ്യങ്ങൾ കൊടുക്കുക. ഈ വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അനുയോജ്യരായിട്ടുള്ള വർക്കേഴ്സിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. മോർ അപ്ഡേറ്റ്സ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, താങ്ക് യു.